ഈ ലോകത്തിലെ ഏറ്റവും വലിയ സെലിബ്രേഷൻ ഏതാണെന്നറിയോ? ഒരു പിതാവ് എന്ന അർത്ഥത്തിൽ ഞാൻ പറയാം. നമ്മളിങ്ങനെ ആശുപത്രിയുടെ ഭാഗത്ത് കാത്തു നിൽക്കുമ്പോ ദാ അപ്പുറത്ത് ലേബർ റൂമാണ്, അവിടെ കിടന്ന് നമ്മുടെ ഭാര്യ കരഞ്ഞോണ്ടിരിക്കുമ്പോ, പ്രസവം നടക്കാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് അതിന്റെ പണികൾ നടക്കുമ്പോ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ സെലിബ്രേഷൻ ഏതാണെന്നറിയോ? അവിടുന്ന് ഒരു കരച്ചിൽ കേൾക്കുന്ന ഒരു കുട്ടിയുടെ, ആ കുട്ടിയെ കഴുകിക്കൊണ്ടുവന്ന് നമ്മുടെ കയ്യിലേക്ക് തരുന്നൊരു നിമിഷമുണ്ട്. ആ സെലിബ്രേഷന്റെ അപ്പുറത്തില്ല. ഒരു പിതാവിനും അതിന്റെ അപ്പുറത്തേക്കുള്ളൊരു സെലിബ്രേഷൻ ഇല്ല. നമ്മൾക്ക് ജനിച്ച കുട്ടിയെ നമ്മുടെ കയ്യിലേക്ക് തരുന്നൊരു രംഗമുണ്ട്. ഒരു പിതാവിനും അതിന്റെ അപ്പുറത്തേക്കുള്ള സെലിബ്രേഷൻ ഇല്ല. നെറ്റിയിൽ മുത്തം വെച്ചുകൊണ്ട് അവനിടുന്നൊരു പേരുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് ഒരു പിതാവിനും ഒരു ആഘോഷമില്ല. പിതാക്കന്മാരെ കുട്ടികളെ കൊണ്ടെടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഞാൻ അവരെ മാത്രം ഉയർത്തി പറയില്ല. തോളത്ത വെക്കുക, കാലൊന്നിങ്ങനെ എന്നിട്ട് കൈ ഇങ്ങനെ പിടിച്ചോണ്ട് ഊട്ടിയിലൂടെ നടക്കുമവര്. അതിനർത്ഥം എന്താണെന്നറിയോ? ഞാൻ കാണാത്തതും കാണുമോനെ, ഞാൻ കേൾക്കാത്തതും കേൾക്കുമോനെ, എന്നേക്കാൾ ഉയരത്തിൽ നീ എത്തുമോനെ എന്നാണ്. ആ പിതാവിനെ ഒരിക്കലും നിങ്ങൾ കരയിപ്പിക്കരുത് എന്റെ പ്രിയപ്പെട്ട മക്കളെ. അതേപോലെ തന്നെ ഉമ്മമാർ വഹ്നുൻ വലാ വഹ്ൻ, അതിനേക്കാൾ വലിയ പ്രയാസങ്ങളാണ് ഉമ്മമാർ സഹിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ. പ്രയാസത്തിന് മേൽ പ്രയാസം വന്നിട്ടാണ് അവർ നിങ്ങളെ ചുമന്നത് എന്ന്. ആ ഒരു രംഗം, ഒരു ആണ് 1000 PhD എടുത്താലും തിരിച്ചറിയാത്ത ഒരു നോവിന്റെ പേരാണ് ഈ പറയുന്ന ജന്മം നൽകുന്ന സമയത്ത് അവരുടെ നോവിന്റെ. അത് ഏകദേശം 18 അല്ലെങ്കിൽ 20, 22 എത്ര വാരിയെല്ലുകളുണ്ടോ, ആ എല്ലുകളെല്ലാം നുറുങ്ങിപ്പോകുന്നൊരു വേദനയുണ്ട് പ്രിയപ്പെട്ട മാതാവിന്.